കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് സന്തോഷ് ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മൊഗ്രാൽ സ്വദേശിയായ അബൂബക്കർ ദിൽഷാദ്. ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ദിൽഷാദിനെ തേടി ഇതിനോടകം തന്നെ നിരവധി അഭിനന്ദനങ്ങളാണ് എത്തിയിരിക്കുന്നത്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ അസമിലെ ദബ്രുഗഡിൽ സിലാപത്തർ സ്റ്റേഡിയത്തിൽ നടന്ന ക്വാർട്ടർ മത്സരത്തിൽ ആതിഥേയരായ അസമിനെ തകർത്ത് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിയിലേക്ക് കുതിച്ചപ്പോൾ കാസർഗോട്ട് ഒരു നാട് മുഴുവൻ അഭിമാനം കൊണ്ട് മനസ്സ് നിറയ്ക്കുകയായിരുന്നു. മൊഗ്രാലിലെ ഫുട്ബോൾ ഗ്രാമത്തിൽ നിന്ന് 59 വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫിയിൽ ബൂട്ട് കിട്ടിയ ML അബൂബക്കർ ദിൽഷാദാണ് കേരളം സെമിയിലെത്തിയ കളിയിൽ 3ാം ഗോൾ നേടിയത്. അസമിനെ 3 ഗോളിന് തകർത്താണ് കേരളം സെമിയിലെത്തിയത്. 77ാം മിനിറ്റിൽ OM ആസിഫിന് പകരക്കാരനായിട്ടാണ് ML അബൂബക്കർ ദിൽഷാദ് കളത്തിലിറങ്ങിയത്. കേരളം 2-0 മുന്നിൽ നിൽക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ 92ാം മിനിറ്റിലായിരുന്നു മൊഗ്രാൽ താരത്തിന്റെ ഗോൾ. മൊഗ്രാൽ സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ ടീം മാനേജരും മുൻ ജില്ലാ ഫുട്ബോൾ ടീം മാനേജറുമായ ML അബ്ബാസിന്റെയും അസൂറിയുടെയും മകനാണ് കേരളത്തിനായി ഗോളടിച്ച അബൂബക്കർ ദിൽഷാദ്. കുമ്പള ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായിരിക്കെയാണ് താരം ഫുട്ബോളിലേക്ക് ഇറങ്ങിയത്. കുമ്പള ഫുട്ബോൾ അക്കാദമിയുടെ പരിശീലനം ഇതിന് സഹായകമായി. 16ാം വയസ്സിൽ കളി തുടങ്ങിയെങ്കിലും 20ാം വയസ്സിലായിരുന്നു പ്രൊഫഷണൽ എന്ന നിലയിൽ ഫുട്ബോളിലേക്ക് പ്രവേശിച്ചത്. ദിൽഷാദിന്റെ നേട്ടം വലിയ അഭിമാനമാണെന്നും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെയെന്നും മൊഗ്രാൽ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആഷിഫ് ഇക്ബാൽ പറഞ്ഞു. 2014 മുതൽ മാനുവൽ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് മുതൽ മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന്റെ പ്ലെയറാണ്. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത് മുതൽ പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ മുതൽ 2016 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ഇതുവരെ മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന്റെ പ്ലെയറാണ് അബൂബക്കർ ദിൽഷാദ്. അവസാനം 2 വർഷം മുമ്പ് സന്തോഷ് ട്രോഫിന്റെ ഫൈനൽ റൗണ്ട് ക്യാമ്പിലുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് അവന് പുറത്താകേണ്ടി വന്ന്. പക്ഷെ വീണ്ടും അവനക്ക് ഭാഗ്യം തുണച്ചു. ഈ പ്രാവശ്യം മൊഗ്രാലിന്റെ ചരിത്രത്തിൽ ഒരു ഏട് ചേർക്കാം. കാരണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ എല്ലാ കളിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒരു ഗോൾ ഓടിച്ച് നാടിന് അഭിമാനമായി മാറിയ അബൂബക്കർ ദിൽഷാദ്. അതുപോലെ തന്നെ ഞങ്ങൾ പല വിധത്തിലും ഇവന്റെ പ്രചോദനം ഉൾക്കൊണ്ട് കുറെ പ്ലെയേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ളൊരു അക്കാഡമി, MFA മൊഗ്രാൽ ഫുട്ബോൾ അക്കാഡമി രൂപീകരിക്കാനുള്ള ഒരു പ്ലാനിലാണ്. വേറെ ഇനി ഞങ്ങൾ അടുത്ത സീസൺ തുടങ്ങാനാണ്. ഏപ്രിൽ ആകുമ്പോൾ പുതിയ സീസൺ തുടങ്ങാനുണ്ട്. പിന്നെ ദിൽഷാദ് പോലിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഫുൾ ടീം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് കുരുന്നുകൾ നാടിന് അഭിമാനമായി ഉയർന്നു വരട്ടെ എന്ന് മൊഗ്രാൽ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് HA ഖാലിദ് പറഞ്ഞു. മൊഗ്രാൽ സ്പോർട്സ് ക്ലബിൽ നിന്ന് വളർന്നു വന്ന നമ്മുടെ ദിൽഷാദ് ഇപ്രാവശ്യം സന്തോഷ് ട്രോഫിയിൽ വളരെ നല്ല കളി കാഴ്ചവെച്ചുകൊണ്ട് ആസാമിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും നമ്മുടെ മൊഗ്രാലിനും നാടിനും കാസർഗോഡ് ജില്ലയ്ക്കും അഭിമാനമായി മാറിയ ദിൽഷാദ് ഇനിയും ഒരുപാട് ISL-ലും ഇന്ത്യൻ ടീമിലും കളിക്കാൻ അവന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിൽഷാദിനെ കുറിച്ചുള്ള ഓരോ വാക്കുകളിലും അഭിമാനം നിറച്ച് മൊഗ്രാലിലെ പ്രിയപ്പെട്ട കൂട്ടുകാരും. നമ്മളൊരാള് സന്തോഷ് ട്രോഫി കേരള കളിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരൻ സന്തോഷ് ട്രോഫിയിൽ എത്തി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഇനിയും ഒരുപാട് ചെറുപ്പക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്, അവരും എത്തട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിന്റെ ബാക്കിൽ കുറെ ഹാർഡ് വർക്ക് ഉണ്ട്. രാവിലെ മുതലും ഈവനിങ്ങും അതും ഇതും ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് കളിക്കും മോർണിംഗ് FC. പിന്നെ ഈവനിങ് പ്രാക്ടീസ് ചെയ്യും. അത് ഇത് കാണുമ്പോൾ ഒരു എന്താ പറയാ സന്തോഷ് ട്രോഫി അത് ഇതിന്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യിച്ചാണ് ഇവന് എത്തിച്ചുള്ളത്. എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ്, ഇവന്റെ ഒരു മനസ്സിലുള്ള തീ അതുണ്ടത് കൊണ്ടാണ് ഇവന് ഇന്ന് ഈ ഒരു സ്റ്റേജിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ISL-ലും അത് ഇത് കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും ഇവൻ മാത്രമല്ല, ഇനിയും യങ്സ്റ്റേഴ്സും ഒരുപാട് പേര്. 2016 ജില്ലാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റനായി ദിൽഷാദ് ജില്ലാ ടീമിൽ ഇടം നേടി. 18ാം വയസ്സിൽ ഗോവയിൽ 2nd ഡിവിഷൻ ഫുട്ബോളിൽ ഗോവ കുങ്കിലു യൂണിയനു വേണ്ടി കളിച്ചു.
2021 ഗോകുലം ടീമിനു വേണ്ടി ജേഴ്സി അണിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കേരള പ്രീമിയർ ലീഗിൽ റിയൽ മലബാർ FCക്ക് വേണ്ടി കളിക്കുന്നു. 2024 പ്രീമിയർ ലീഗിൽ 6 ഗോൾ നേടി. 2024 സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടാൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. കഴിഞ്ഞ വർഷം ക്യാമ്പിലും ഇടം കിട്ടിയിരുന്നില്ല. ഈ വർഷം ഭാഗ്യം കൂടെ നിന്നതോടെ താരം സന്തോഷ് ട്രോഫിയിൽ കേരള ജേഴ്സി അണിഞ്ഞു. ഇപ്രാവശ്യത്തെ സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന് വേണ്ടി മത്സരിക്കാൻ പറ്റിയതിലും റണ്ണറപ്പ് ആകാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് കളിക്കാൻ പറ്റിയത്. ഫൈനലിൽ ഒരു ഗോളിൽ തോറ്റു, പക്ഷേ ഒപ്പില്ല, വളരെ ഹാപ്പിയാണ്. അടുത്ത പ്രാവശ്യം ചാമ്പ്യൻസായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 1966 മദ്രാസിൽ നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ മൊഗ്രാലിലെ PCM കുഞ്ഞിയായിരുന്നു സന്തോഷ് ട്രോഫി ടീമിലെത്തിയ ആദ്യ മൊഗ്രാൽ സ്വദേശി. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.